സഹൃദയരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കുനിഞ്ഞ കപ്പിത്താൻ. ചാരാതിരിക്കുവാനാവാത്തരായാവ് സ്റ്റീൽ ബെഞ്ചിൽ മിണ്ടാതിരിപ്പൂ കുനിഞ്ഞതാ. ചാരാതിരിക്കുവാനാവാത്തരായാവ് സ്റ്റീൽ ബെഞ്ചിൽ മിണ്ടാതിരിപ്പൂ കുനിഞ്ഞതാ. ഇരിപ്പൂ കുനിഞ്ഞതാ, ഇരിപ്പൂ കുനിഞ്ഞതാ. അല്ലാതെ എന്താ ചെയ്യുക? കപ്പിത്താന് അല്പം രാജകീയതയുടെ അസ്കിത ഉള്ളതാണ്. പുള്ളിയുടെ എന്തോ അത്യാവശ്യത്തിന് പുറപ്പെട്ടതാണ്. പ്രത്യേകം തയ്യാറാക്കിയ കുഷ്യൻ കസേരയിൽ ആസനം ഉറപ്പിക്കണം എന്ന അതിയായ ആഗ്രഹവുമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇല്ല, കസേരയുമില്ല, കരിമ്പൂച്ചകളുമില്ല. ചാരാതിരിക്കുവാനാവാത്തരായാവ് സ്റ്റീൽ ബെഞ്ചിൽ മിണ്ടാതിരിപ്പൂ കുനിഞ്ഞതാ. ഇരിപ്പൂ കുനിഞ്ഞതാ. കപ്പിത്താന്റെ തലവെട്ടം കണ്ടപ്പോൾ തന്നെ ആളുകൾ പിറുപിറുത്തു തുടങ്ങി. ഈ ഇരിപ്പും ഗൗരവവും ഒക്കെ കണ്ട കേരളത്തെ ഇപ്പോൾ എടുത്ത് അമേരിക്കയുടെ തലസ്ഥാനമാക്കി കളയും എന്ന് തോന്നും. താൻ എന്തൊക്കെയോ ആയിരുന്നു എന്നുള്ള തോന്നൽ ഏറെക്കുറെയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. മുൻപൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു ബഹളം, നിലവിളി ശബ്ദം, ലൈറ്റടി, കറുത്ത കാറ്, കരിമ്പൂച്ച, കാലെടുത്തു വെക്കാൻ ലിഫ്റ്റ്, കറങ്ങുന്ന കസേര, പച്ച ഹെലികോപ്റ്റർ. ആലോചിക്കാൻ വയ്യ. ആ പരുവത്തിലിരുന്നവനാ ഇപ്പോൾ ഈ പരുവത്തിലായത്. ആസനത്തിനിപ്പോൾ കുഷ്യനും വേണ്ട, ആരവത്തിനിപ്പോൾ ആളും വേണ്ട. ആ ഇരിപ്പ് കണ്ട് സഹിക്കാനാവാഞ്ഞ ഒരാൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കപ്പിത്താനെ, ഹേയ് കപ്പിത്താനെ, ലേശം കൂടി നെകളിക്കൂ, എന്നാലേ ഇപ്പോൾ ഇരിക്കുന്ന ആ ഇരിപ്പിടം കൂടി കയ്യിന്ന് പോകൂ. എത്രയും പെട്ടെന്ന് നമുക്ക് പ്രസ്ഥാനത്തെ അറബിക്കടലിൽ താക്കണ്ടേ, കുറച്ചുകൂടി നെകളിക്കൂ. പിന്നെ അവിടെ ഉയർന്നത് ഒരു പൊട്ടിച്ചിരിയാണ്. തുടർന്ന് ചർച്ച. അതെന്താ നിങ്ങൾ കുറച്ചുകൂടി നെകളിക്കാൻ അങ്ങ് ഉപദേശിച്ച് കളഞ്ഞത്? മൊത്തത്തിൽ ഒടുങ്ങാൻ പോവുകയാണ് എന്നറിഞ്ഞു വെച്ചുകൊണ്ട് വെറുതെ അങ്ങ് ഉപദേശിച്ചതാണോ? ഒരാളെ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം സ്വീകരിക്കാൻ അയാളുടെ മാനസിക സാഹചര്യം അയാളെ അനുവദിക്കുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണ്ടേ? പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അഹങ്കാരം, അഹന്ത, അത് നമ്മൾ പരിഗണിക്കണ്ടേ? അല്ല, കടന്നൽ കുത്തിയതുപോലുള്ള ആ മുഖം കണ്ടിട്ടാണോ നിങ്ങൾ നെകളിപ്പിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞത്? കണ്ടില്ലേ ആ മുഖഭാവം? എല്ലാം കയ്യിന്ന് പോയിട്ടും, അല്ല, എല്ലാം കൊണ്ട് തുലച്ചിട്ടും ഞാനാണ് കമ്പനിയുടെ മുതലാളി, ഇപ്പോഴും ഞാനാണ് മുതലാളി എന്ന ഭാവമാണ് ആ മുഖത്ത്. നിവർന്നിരിക്കാൻ ശേഷിയില്ലാത്ത വിധം ആരോഗ്യം ക്ഷയിച്ചെങ്കിലും നീട്ടിപ്പിടിച്ച് മുഷ്ടി ചുരുട്ടാൻ പോലുമുള്ള ബലം ആ കൈകൾക്കില്ലെങ്കിലും മണ്ണിൽ ഉറപ്പിച്ചൊന്ന് ചവിട്ടാനുള്ള ബലം ആ പാദങ്ങൾക്കില്ലെങ്കിലും തലക്കനത്തിന് മാത്രം യാതൊരു കുറവുമില്ല. തലയുടെ കനം അങ്ങ് ന്യൂയോർക്കിൽ പോയി ഒരു ഇരുമ്പ് കസേരയിൽ ഒരിക്കലൊന്ന് ഇറക്കി വെച്ചതാ. അതിനുശേഷം ഈ ഇരിപ്പ് കാണുന്നത് ഇപ്പോഴാ. ചാരാതിരിക്കുവാനാവാത്തരായാവ് സ്റ്റീൽ ബെഞ്ചിൽ മിണ്ടാതിരിപ്പൂ കുനിഞ്ഞതാ. ഇരിപ്പൂ കുനിഞ്ഞതാ. ജനവികാരം അറിയാതെ കുടുംബവികാരം മാത്രം അറിഞ്ഞ ഏകാധിപതിയുടെ ഇത്തരം ദാരുണമായ കാഴ്ചകൾ പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളും സാധാരണക്കാരും അതിനെ ആഘോഷിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ഫോട്ടോയ്ക്ക് മിക്കവാറും മറ്റൊരു ഉദ്ദേശം കൂടി കാണാൻ സാധ്യതയില്ലാതില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ലാളിത്യം വളരെ വൈറലാണല്ലോ. ജനങ്ങളെല്ലാം അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഇത് കണ്ട് ലാളിത്യത്തിൽ കയറി പിടിച്ചതാകാനും സാധ്യതയുണ്ട്. കാരണം നേരെ മുന്നിൽ നിന്നാ ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് കുത്തിയിരുന്ന് ഫോട്ടോ ഇട്ടിട്ടോ, നെയ്മീൻ മാറ്റിവെച്ച് ചൂരക്കറി പരസ്യമായിട്ടിരുന്ന് കഴിച്ചിട്ടോ, കറുപ്പ് നിറത്തിലുള്ള ട്രൗസറും ഇട്ടുകൊണ്ട് ഇനി റോഡിലൂടെ തേരാപ്പാര നടന്നിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല. ജനങ്ങളുടെ ശിക്ഷയെ കഴിഞ്ഞിട്ടുള്ളൂ, ദൈവത്തിൻ്റെ ശിക്ഷ ഇനിയും കിടക്കുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ചേടാ, കഥയ്ക്കിടയിൽ ഇൻഡിഗോ ചിറ്റപ്പൻ എന്താണോ അതെന്ന് പിറുപിറുക്കുന്നത്? ഈ പ്രായത്തിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കർമ്മത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കും. ആ കർമ്മങ്ങളെക്കുറിച്ചും കർമ്മഫലങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഞങ്ങളിപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പ്രായത്തിലും ഒരാൾക്ക് ഇമാതിരി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ പറ്റുന്നെണ്ണ? എങ്ങനെ പറ്റുന്നു? ഒരു പ്രസ്ഥാനത്തെ മുഴുവനായും നശിപ്പിച്ചു,
ഒരുപാട് രാഷ്ട്രീയക്കാരുടെ ജീവിതം കൊണ്ട് പന്താടി, നാട്ടിൽ നടത്താവുന്ന കൊള്ളയും അഴിമതിയും എല്ലാം നടത്തി, ക്ഷേത്രങ്ങളിലിരിക്കുന്ന ദൈവങ്ങളെ പോലും, ദൈവങ്ങളുടെ മുതൽ പോലും വെറുതെ വിട്ടില്ല. ഇത്രയും കർമ്മശേഷി ഈ പ്രായത്തിൽ എങ്ങനെ വന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അതിശയം. ആ പവർഫുൾ ലീഡർഷിപ്പ്. എൻ്റെ പൊന്നോ, വല്ലാത്ത പവർ തന്നെ. 10 വർഷത്തെ ഭരണം കയ്യിൽ തന്ന ജനങ്ങൾ 35 സീറ്റിൽ ഒതുക്കണമെങ്കിൽ അതൊരു വിശദീകരിക്കാൻ പറ്റാത്ത പവർഫുൾ ലീഡർഷിപ്പിൻ്റെ ഫലം തന്നെ. ലീഡർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റീൽ ബെഞ്ചിൽ കുത്തിയിരുന്ന് പ്രഹസനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കണ്ടായിരുന്നോ? ഇൻഡിഗോ വിമാനത്തെയൊക്കെ വിട്ട് ഇടയ്ക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണ്ടേ? അപ്പോൾ അണ്ണനും ഇടയ്ക്കിടയ്ക്ക് ചെന്നൊന്ന് കമ്പനി കൊടുക്ക് റെയിൽവേ സ്റ്റേഷനിൽ. നിങ്ങൾക്ക് കഴിയോ? ഇല്ലേ, ഞങ്ങൾക്ക് ആർക്കും കഴിയില്ലേ. ഇങ്ങനെ അധപതിക്കാൻ മനുഷ്യനായിട്ട് ജനിച്ച ആർക്കും കഴിയൂല. കഴിവ് കൂടിക്കിടന്നങ്ങ് തിളക്കിയല്ലേ. അമ്മാതിരി കഴിവ് കൂടിത്തരം ജനങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പച്ചയ്ക്ക് മുഖത്ത് നോക്കി നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങളാരും പാട്ട് നിർത്താറായിട്ടില്ല അല്ലേ? പിണറായിയെ പോലെ പവർഫുൾ ലീഡറാകാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നു. ആ പോക്കറ്റിലിരിക്കുന്ന കണ്ണട എടുത്ത് മുഖത്ത് ഫിറ്റ് ചെയ്തിട്ട് നോക്കണ്ണ, അണ്ണൻ എവിടെ നിന്ന് ആരോടായി സംസാരിക്കുന്നതെന്ന്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഉന്നതനായ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന് പകരം വെക്കാൻ ആരാ ഉള്ളത് ഇന്ന് കേരളത്തിൽ? കേരളത്തിലെന്നല്ല, ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു വ്യക്തിയില്ല, മറ്റൊരു ജീവജാലമില്ല. ആ കാര്യത്തിൽ എന്തുവാ തർക്കം? ഒരു തർക്കവും ഇല്ല. പകരം വയ്ക്കാനില്ലാത്ത ധാർഷ്ട്യം, പകരം വയ്ക്കാനില്ലാത്ത തലക്കനം, പകരം വയ്ക്കാനില്ലാത്ത കുടുംബസ്നേഹം. ഇലക്ഷൻ പ്രചാരണത്തിന് ഉപയോഗിച്ച മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ഡയലോഗിന് പകരം വയ്ക്കാൻ ആരുണ്ട് എന്ന് മതിയായിരുന്നു. കുറച്ചുകൂടി തകർന്നേനെ, അല്ല തകർത്തേനെ. അല്ല, ഇതിനപ്പുറം എന്തോന്ന് തകരനല്ലേ. എന്നാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധാരണപ്പെട്ട പാർട്ടി പ്രവർത്തകർ നേതൃത്വം ശരിയല്ല, നേതൃത്വത്തിൻ്റെ കയ്യിലിരിപ്പാണ് ഇത്രയും വലിയ തോൽവിക്ക് കാരണം, നേതാക്കളുടെ പെരുമാറ്റം മാറ്റിയേ പറ്റൂ, നേതാക്കളെ തന്നെ മാറ്റിയേ പറ്റൂ എന്നൊക്കെ അലമുറ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇങ്ങനെ വന്നു നിന്നും മെഴുകണമെങ്കിലുണ്ടല്ലോ, അത് അത്രയും മൂത്ത ഭക്തിയുള്ള സഖാക്കളെ കൊണ്ടേ പറ്റൂ. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ്ട. ജനങ്ങൾ ചെയ്യാനുള്ളത് ജനങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞെങ്കിൽ ചെന്ന് വിശ്രമിച്ചാട്ടെ. നാളെ ഇതുപോലെ ഓവർ ടൈം ഡ്യൂട്ടി ഉള്ളതല്ലേ, ചെല്ല്.